പോളിംഗ് ചേലക്കരയിലും വയനാടും പുരോഗമിക്കുകയാണ്. വിശദ വിവരങ്ങളും രാഷ്ട്രീയപരമായ നിരീക്ഷണങ്ങളുമായി നമ്മളോടൊപ്പം ബിനീഷ് കൂടി ചേരുകയാണ്. ബിനീഷ്, ചേലക്കരയിലും വയനാടും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ചേലക്കരയിൽ മുഖ്യമന്ത്രി കൊണ്ടാഴിയിൽ 2 ദിവസം അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് പ്രചരണത്തിന് വലിയ രീതിയിൽ ചുക്കാൻ പിടിച്ചത്. പല പ്രമുഖ നേതാക്കളും അവിടെ നേരിട്ടെത്തി പ്രചരണത്തിന് UR പ്രദീപിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തോടുകൂടി ചേലക്കരയിൽ മത്സരിച്ചു. ഒരുപക്ഷെ ഇത്രയും നാൾ LDFിൻ്റെ കോട്ടയായിരുന്നിടത്ത് ഇത്രയധികം നേതാക്കന്മാർ നേരിട്ടെത്തിയ ഒരു പ്രചരണത്തിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നൊരു ചോദ്യമാണ് നമ്മൾ നിലനിൽക്കുന്ന. മറുവശത്ത് രമ്യ ഹരിദാസ് ഉണ്ട്. രമ്യയും വലിയ രീതിയിൽ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ താരപ്രചാരകരെ തന്നെ ഇറക്കിക്കൊണ്ട് ചേലക്കരയിൽ UR പ്രദീപിൻ്റെ പ്രചാരണം മുന്നോട്ട് പോയതെന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? അത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ചേലക്കരയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രം. നമുക്കറിയാം, രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു. നേരത്തെ നന്ദു ചോദിച്ച പോലെ എന്തുകൊണ്ട് ചേലക്കര വിജയിക്കണം എന്നുള്ളത് 3 രാഷ്ട്രീയ കക്ഷികൾക്കും ഒരുപോലെ നിർണായകമാണ്. ഭരണമുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തില്ല എന്ന് തെളിയിക്കണമെങ്കിൽ അതിന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു മാർഗം ചേലക്കര വിജയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഭരണമുന്നണിയായ ഇടതുപക്ഷം അതിശക്തമായി തങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ ഏറ്റവും മികച്ച ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ഒരു വോട്ട് പോലും നഷ്ടപ്പെടാതെ എല്ലാ വോട്ടുകളും തങ്ങൾക്ക് സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇടതുമുന്നണിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അവിടെ പല ദിവസങ്ങളിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചേലക്കര ആരും സ്വപ്നം കാണണ്ട, ഇത് ഇടതുമുന്നണിക്കൊപ്പം നിൽക്കും, ഇടത് സ്ഥാനാർത്ഥി UR പ്രദീപ് വിജയിക്കുമെന്ന് ഒരു ഉറപ്പും നൽകിയാണ് മുഖ്യമന്ത്രി പ്രചരണ രംഗത്ത് നിന്നും മടങ്ങിയത്. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചേലക്കര വിജയിച്ചേ മതിയാവും. നിലവിൽ ഒരു ഇടതുപക്ഷ ചായ്വുള്ള മണ്ഡലം തന്നെയാണ് ചേലക്കര. ചേലക്കരയുടെ ചരിത്രമെടുത്താൽ നമുക്കറിയാം, ചേലക്കര തുടർച്ചയായി ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് ഒരു വലിയ വിജയപ്രതീക്ഷയുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നാണ് UDF അടക്കം പറയുന്നത്. അതില്ല എന്ന് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഇടതുമുന്നണിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 സ്ഥലങ്ങളിൽ ഇടതുമുന്നണിക്ക് അനിവാര്യമായി ജയിക്കേണ്ട ഒരു മണ്ഡലം തന്നെയാണ് ചേലക്കര. അതുകൊണ്ട് ഇടതുമുന്നണി സർവ്വസന്നാഹങ്ങളോടും കൂടി തങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അവിടെ പ്രചരണം നടത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം തന്നെ UDFനും വളരെ നിർണായകമാണ്. തങ്ങൾ ഈ സർക്കാരിനെതിരെ ആരോപിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് തെളിയിക്കണമെങ്കിൽ, അത് കേരളത്തിൻ്റെ മുന്നിൽ സ്ഥാപിക്കണമെങ്കിൽ UDFന് ചേലക്കര വിജയിച്ചേ മതിയാവൂ. നമുക്കറിയാം, ചേലക്കരയിൽ UDF പരാജയപ്പെടുകയാണെങ്കിൽ അത് UDF ഉയർത്തുന്ന ആവശ്യങ്ങൾക്ക്, അവർ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾക്ക്, പ്രതിരോധങ്ങൾക്കെല്ലാം വലിയ ക്ഷീണമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. രണ്ടാമത് UDFനെ സംബന്ധിച്ച് മാത്രമല്ല, സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനും വളരെ നിർണായകമാണ്. 2019 വലിയ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് പോയ രമ്യ ഹരിദാസ് ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ വീണ്ടും ചേലക്കര എന്ന മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർക്ക് തൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി വളരെ നിർണായകമാണ്. അതുകൊണ്ട് രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജയിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് UDFും രമ്യ ഹരിദാസും തങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും മികച്ച പ്രകടനം അവിടെ കാഴ്ചവെക്കുന്നത്. ഒപ്പം BJPയും ഇപ്പോൾ വലിയ പ്രതിരോധം ഉയർത്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ വിജയിക്കുവാനുള്ള സാധ്യത കുറവാണ് എന്ന് നമുക്ക് പ്രാഥമികമായി വിലയിരുത്താൻ കഴിയും. പക്ഷേ അവിടെയുള്ള ഓരോ വോട്ടും BJPക്ക് നിർണായകമാണ്. തങ്ങൾ ഉയർത്തുന്ന നിലപാടുകൾ, തങ്ങൾ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ ദേശീയ തലത്തിലടക്കം അതിന് ഒരു അംഗീകാരം കിട്ടുന്നുണ്ട്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമാക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ചേലക്കര അവിടെയും നിർണായകമാവുകയാണ്. അങ്ങനെ 3 മുന്നണികൾക്കും വളരെ നിർണായകമായ ഒരു മണ്ഡലം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ചേലക്കര ഇത്രയും ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വോട്ടിംഗ് ശതമാനം വളരെ നിർണായകമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും പുതിയ 11 മണി വരെയുള്ള തെരഞ്ഞെടുപ്പ് ചിത്രമനുസരിച്ച്, വോട്ടെടുപ്പ് ചിത്രമനുസരിച്ച് 22% വോട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ അതിൻ്റെ 70% അടുത്ത പോളിംഗ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. പോളിംഗ് എത്രമാത്രം കൂടുന്നു എന്നനുസരിച്ചിട്ട് അവിടെ ഓരോ മുന്നണികൾക്കും കിട്ടുന്ന വോട്ടിൻ്റെ ശതമാനവും വിജയവുമൊക്കെ നിർണ്ണയിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. ഒരുപക്ഷെ അത്യധികം വളരെ വാശിയോടുകൂടിയുള്ള ഒരു ശക്തമായ പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് സാധ്യതയെങ്കിൽ അതിനെ വളരെ നിർണായകമായി മാറുന്നത് അവിടുത്തെ പോളിംഗ് ശതമാനമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം
തീർച്ചയായും ബിനീഷ്, നമ്മൾ ഒന്ന് പെട്ടെന്ന് വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിലും രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം ഉയർത്താനുള്ളൊരു തേരോട്ടം മാത്രമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായും അവർ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു രാഷ്ട്രീയ വിഷയങ്ങളും അത്തരത്തിൽ ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ്. പ്രമുഖ ഒരു സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ അനുജത്തി എന്നൊരു ലേബൽ മാത്രമാണ് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ മറുവശത്ത് LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ആരോപിക്കുന്ന പ്രധാന ഘടകങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വിഷയവും ഇത്തവണ UDF ചർച്ചയ്ക്കെടുത്തില്ല, പ്രചാരണ രംഗത്തെടുത്തില്ല എന്നൊരു വലിയ വിമർശനം സത്യൻ മൊകേരി നടത്തുന്നുണ്ട്. നേരത്തെ മുൻപ് സത്യൻ മൊകേരി മത്സരിച്ചപ്പോഴും വോട്ട് നില ശക്തമായി ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് സത്യൻ മൊകേരി. സത്യൻ മൊകേരിയുമായുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ആ മത്സരം അത് ഏത് തരത്തിലാണ് നമ്മൾ വീക്ഷിക്കേണ്ടത്? നന്ദു, തീർച്ചയായിട്ടും സത്യൻ മൊകേരി വയനാട്ടിലെ വലിയൊരു സാന്നിധ്യം തന്നെയാണ്. നമുക്കറിയാം, മുൻപ് അവിടെ മത്സരിച്ച് വലിയ ശക്തമായ, നന്ദു സൂചിപ്പിച്ച പോലെ വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് നമുക്കറിയാം വയനാട് എന്ന് പറയുന്നത് UDF-ന് ഈസി വിൻ ഓവർ, വളരെ നിഷ്പ്രയാസം ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് വയനാട്. ആ വയനാട്ടിൽ അതിശക്തമായ ഒരു മത്സരം ഇടതുപക്ഷത്തു നിന്നും കാഴ്ചവെച്ച സാന്നിധ്യമായിരുന്നു, നേതാവായിരുന്നു സത്യൻ മൊകേരി എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സത്യൻ മൊകേരി വീണ്ടും വയനാട്ടിൽ വരുന്നു എന്നത് വളരെ നിർണായകമായ ഒരു ഘടകം തന്നെയാണ്. പക്ഷേ അവിടെ അപ്പോഴും വിജയസാധ്യത ഒരു തരത്തിലും UDF-ൽ നിന്ന് പിടിച്ചെടുക്കുവാൻ സത്യൻ മൊകേരിക്ക് കഴിയും എന്നൊരു പ്രതീക്ഷ ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് പോലുമില്ല. നന്ദു നേരത്തെ സൂചിപ്പിച്ച കാര്യമുണ്ട്. അതായത് വയനാട്ടിൽ നമുക്കറിയാം അവിടെ വിജയം ഉറപ്പായും പ്രിയങ്ക ഗാന്ധിക്കൊപ്പം നിൽക്കും. പക്ഷേ അവിടുത്തെ വിജയം എന്ന് പറയുന്നത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്, അല്ലെങ്കിൽ അവിടെ ലഭിക്കുന്ന വോട്ടാണ് അവിടെ മൂന്ന് മുന്നണികൾക്കും സത്യത്തിൽ വിജയം എന്ന് പറയുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിഞ്ഞാൽ അതാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിജയം. അല്ലാതെ അവിടെ വിജയിച്ചത് കൊണ്ട് മാത്രം പ്രിയങ്ക വിജയിച്ചു, UDF വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയുടെ വലിയ വിജയമായി അതിനെ നമുക്ക് ചിത്രീകരിക്കാം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അത്രയുമെങ്കിലും ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് കിട്ടുവാൻ കഴിഞ്ഞാലും ആ സ്ഥിതി അവിടെ നിലനിർത്തുമെന്ന് പറയാം. എന്നാൽ രാഹുൽ ഗാന്ധിയേക്കാൾ കുറഞ്ഞ ഒരു ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുന്നതെങ്കിൽ അത് ഫലത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ MP ആകുമെങ്കിലും പ്രിയങ്ക ഗാന്ധി വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിലവിലെ പോളിംഗ് ശതമാനം കണക്കാക്കിയാൽ ഒരു സാഹചര്യത്തിലും ഈ 5 ലക്ഷം എന്ന് പറയുന്ന ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുവാൻ ഒരു സാധ്യതയില്ല. നമുക്കറിയാം, രാഹുൽ ഗാന്ധി 2019 മത്സരിച്ചപ്പോഴാണ് വയനാട്ടിൽ ഏതാണ്ട് രാഹുൽ ഗാന്ധിക്ക് 4 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായത്. അന്ന് 80% വോട്ടാണ് വയനാട്ടിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി 2014 ഈ വർഷം തന്നെ മത്സരിക്കുമ്പോൾ അവിടെ 74% പോളിംഗ് താഴുകയുണ്ടായത്. 70% പോളിംഗ് താണപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 1 ലക്ഷത്തിലധികം കുറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി.